ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കേക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ബോർഡിനെ കൊണ്ടുള്ള വർക്കാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ എൻ്റെ ഡോളൊക്കെ ഉണ്ട് ഗൈസ്. ആക്ച്വലി അത് നമ്മൾ ഫെയറിനൊക്കെ പോയാൽ ഈ ബോളൊക്കെ ഇട്ടുന്ന കളി ഉണ്ടാവുമല്ലോ, അത് കളിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സംഭവം എനിക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ പെൻസിൽ സ്റ്റാൻഡും കാട്ടൻ കോരിയും അതൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ ഡോളൊക്കെ എനിക്ക് കിട്ടിയത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവും? അപ്പം ഈ കേക്ക് ബോർഡ് വെച്ചിട്ട് ഞാൻ ഇന്നൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ പണ്ടൊരു റെസിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ക്ലോക്കിൻ്റെ. അപ്പോൾ അതിലൊട്ടിക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിട്ടില്ല, അങ്ങനെ ബാക്കി വന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡിം അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ആ റെസിനെ കൊണ്ട് ഉണ്ടാക്കിയ ക്ലോക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ് ഗൈസ്. ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വേറെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഞാൻ പിന്നെ ഗൂഗിളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ അവിടെ ഒട്ടിച്ച് എഡിറ്റ് ചെയ്തതൊക്കെ ഞാനാണ് ഗൈസ്. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചാർട്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 4ആയിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ കത്രിയൊന്നും വേണ്ട, കൈ ഉണ്ടാവും എന്തിന് കത്രി അല്ലേ ഗൈസ്. ഇനി ഇതാ മുറിച്ച് കൊടുത്ത ചാർട്ട് ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതേമാതിരി റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടി കുട്ടി റോൾസ് ആണ് കേട്ടോ ഗൈസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ടൈം ലാപ്സിൽ എടുത്തുകൊണ്ട് വന്ന വീഡിയോ കുറച്ച് ഫാസ്റ്റായി പോയി, പക്ഷെ കുഴപ്പമില്ല. നെക്സ്റ്റ് എങ്ങനെയാണ് ഞാൻ റോൾ ചെയ്തെടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് കേട്ടോ ഗൈസ് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് അധികം റോൾസ് ഒന്നും എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ കേക്ക് ബോർഡിന്റെ റൗണ്ട് അനുസരിച്ചിട്ടാണ് റോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളർ പേപ്പറിന്റെ മുകളിൽ അതേ കളർ പെയിന്റ് അടിച്ചു കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ. ഒന്നാമതേ എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ പെയിന്റ് തീർന്നിരിക്കുവാണ്, എന്നിട്ടും അതിൻ്റെ അകത്തുനിന്ന് ചരണ്ടി എടുത്തിട്ടാണ് ഗൈസ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായി കിട്ടണം. അതിനെന്ത് തീർന്നാലും ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യും ഗൈസ്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ സെൽഫി ക്യാമറയിൽ എപ്പോൾ ഷൂട്ട് ചെയ്യുന്നോ, അതായത് ഇങ്ങനെ എപ്പോൾ ഷൂട്ട് ചെയ്യുന്നോ ആ സമയത്തൊക്കെ എൻ്റെ ഫേസ് എങ്ങനെയുണ്ട്, എൻ്റെ ഹെയർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അതെന്താ അറിയില്ല, കുറച്ച് നേരത്തെ പോലും നിങ്ങൾ അതാണ് കണ്ടത്. അങ്ങനെ ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞു കേട്ടാ. എൻ്റെ കൈയൊക്കെ കണ്ടോ ഗൈസ്, ഫുൾ ബ്ലാക്ക് ആയി നശിച്ചു ഗൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടല്ലേ, നമ്മൾ എന്തും സഹിക്കും. പെയിന്റ് അടിച്ച സാധനം ഞാൻ നല്ലതുപോലെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും എൻ്റെ കൈ നശിക്കും. അതുകൊണ്ട് ഇത് ഉണങ്ങട്ടെ വിചാരിച്ചു. എൻ്റെ കൈ മാത്രമല്ല ഇതും നശിക്കും. എന്നിട്ട് ഞാൻ നേരത്തെ ആ കേക്ക് ബോർഡിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ച ആ ഫ്രെയിം ഇല്ലേ, അതിന്റെ ബാക്ക് സൈഡിലേക്ക് ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫെവിക്കോൾ ഇങ്ങനെ അമർത്തി ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് കാണാൻ നല്ല രസവും ഉണ്ടാവും, ഒരു പായസം മാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ബാക്കി വന്ന അതും കൂടി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പേപ്പർ റോൾസ് ഏകദേശം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒന്നൊന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൂര്യനില്ലേ, ആ സൂര്യന്റെ ഷേപ്പിലാണ് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത് ഗൈസ്. ഏത് ആ പേരുള്ള സൂര്യനല്ല, ആകാശത്തുള്ള സൂര്യൻ. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് ഈക്വൽ ആക്കി എടുക്കുന്നുണ്ട്. ആ റൗണ്ട്സ് ചെറുതും വലുതും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഈക്വലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അതല്ല അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് തന്നെ ഈ കാർഡ്ബോർഡ് ഷീറ്റ് അങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ എനിക്ക് അത്ര രസം തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ബാക്കിലേക്ക് ചാർട്ട് ഷീറ്റിനെ കൊണ്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ അത് തിരിച്ചിട്ടിട്ട് ഇനി ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം കറക്റ്റാക്കി എടുക്കുന്നത്. ആ ഒരു സ്റ്റിക്സൊക്കെ അങ്ങും ഇങ്ങും ആയിട്ടുണ്ടായി, അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വെച്ച് സൈസൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം ചാർട്ട് ഷീറ്റിനെ കൊണ്ട് ഇതേമാതിരി കുട്ടി കുട്ടി റൗണ്ട്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സ്റ്റിക്കിൽ 2 റൗണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കേക്ക് ബോർഡിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എനിക്ക് സ്പോട്ടിൽ ഇങ്ങനെ വരുന്ന ഐഡിയാസ് ഞാൻ അപ്പം ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതുവരെയുള്ള എൻ്റെ വീഡിയോസും അങ്ങനെ തന്നെയാണ്. ഞാൻ കിൻഡർ ജോയ് കവർ കൊണ്ട് ചെയ്യുന്നത് അത് എനിക്ക് ഏകദേശം ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ബാക്കിയൊക്കെ
ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങും, എന്നിട്ട് ഞാൻ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കലാണ് ഗൈസ്. പക്ഷേ എൻ്റെ ഭാഗ്യമാണോ ആരുടെ ഭാഗ്യമാണോ അറിയില്ല, ഫൈനൽ ലുക്ക് കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലുക്കും അടിപൊളിയായിരിക്കും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അത് ഞാനിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സ്മൈല് കണ്ടേരം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതവിടെ അങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാ സ്മൈലീസ് ഒക്കെ ഒട്ടിക്കുവാണ് കേട്ടോ. ഈ ഷോപ്പിലൊക്കെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഇതേമാതിരിയുള്ള സാധനമൊക്കെ കണ്ടാൽ എനിക്കത് വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാനാണോ അല്ല, എനിക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വെക്കണം, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അങ്ങനെയൊക്കെയാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതേമാതിരിയുള്ള ആൾക്കാർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതുകൊണ്ട് തന്നെ ഈ സ്മൈലീസ് കണ്ടുതരാൻ ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഇത് എവിടെയാ, നമ്മുടെ ബുക്കിലൊക്കെ അല്ലേ ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ അങ്ങനെ അത് യൂസ് ചെയ്യൂല, നോക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം, എന്നിട്ട് ഹാളിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ നമ്മളത് ഡെയിലി കാണുമല്ലോ, അതെല്ലാം ഒരു രസമല്ലേ. അങ്ങനെ ഇതാ ബാക്കി വന്ന സ്മൈലീസ് ഞാൻ ഇവിടെയും കൂടി ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ എന്തോ അത് കണ്ടേരെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് അവിടെ ഇതേമാതിരിയുള്ള സ്റ്റോൺസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോൺസും ഞാൻ ഒരുപാട് മാസമായിട്ടാണ് വാങ്ങിച്ചിട്ട്, പിന്നെ ഒരു ക്രാഫ്റ്റിനും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ആക്ച്വലി ഇതൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അത് ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. എപ്പം ഒരിക്കൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ സ്റ്റോൺസ് കണ്ടേരം വെറുതെ കിടക്കുമല്ലേ, അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടാണോ അതോ സ്റ്റോൺ ഒട്ടിച്ചിട്ടാണോ ഭംഗി കൂടുതൽ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടണേ ഗൈസ്. ആ സ്റ്റോൺസും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട് എന്നും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ലേ എന്നുള്ളതും കൂടി കമൻറ്റ് ഇടണേ ഗൈസ്. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ഇട്ടോ, കുഴപ്പമില്ല. നമുക്ക് അടുത്തത് ഇങ്ങനെയല്ലേ നമുക്കൊന്നൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് മാറ്റിയിട്ട് വേറെ രീതിയിൽ ട്രൈ ചെയ്യാം. പിന്നെ എന്നും പറയുന്ന മാതിരി എന്നാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.